കോട്ടയത്തേക്ക് പോയാൽ കോട്ടയത്ത് പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം കയറിയതോടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വീടുകളിലും കടകളിലും ഉണ്ടായത്. വെള്ളം ഇറങ്ങി തുടങ്ങിയതിനാൽ ഇനി വീടുകൾ വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. മഴ ശക്തമായതിന് പിന്നാലെ എത്താൻ കഴിയാതിരുന്ന ഇല്ലിക്കൽ ജംഗ്ഷനിൽ നിന്നും അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇല്ലിക്കൽ പ്രദേശത്തുൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾ നേരിട്ടത്. ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം അപകടകരമായ സാഹചര്യമാണ് അവരെ സംബന്ധിച്ച് ജീവിതത്തിലുണ്ടായത്. മുമ്പൊക്കെ വെള്ളം ഉയരുന്ന പശ്ചാത്തലം, താഴ്ന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളം ഉയരുന്ന പശ്ചാത്തലം ഉണ്ടാകുമായിരുന്നുവെങ്കിലും ഇത്രത്തോളം വലിയ പ്രതിസന്ധി 2018 ശേഷം അവർ ആദ്യമായാണ് നേരിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിരന്തരമായ കടകളിൽ അതുപോലെ തന്നെ വീടുകളിലൊക്കെ വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി. ഈ മേഖലകളുടെ വാഹനം പോലും കടന്നു പോകാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് വെള്ളം അല്പം ഇറങ്ങിയതോടുകൂടിയാണ്. ജനങ്ങളുടെ ജീവിതം വലിയ ദുരിതത്തിലാണ്. അത്തരത്തിൽ ഇപ്പോഴും ഈ പ്രതിസന്ധി പൂർണ്ണമായി മാറില്ല. നമുക്ക് കാണാം, വെള്ളം ഇറങ്ങി തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെയും ഇപ്പോഴും റോഡുകളിലൊക്കെ വെള്ളമുള്ള പശ്ചാത്തലമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ പ്രതിസന്ധി, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധിയായി മാറി. തീർച്ചയായും ഇതിപ്പോൾ 6ാം ദിവസമാണ്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ ഇല്ലിക്കൽ കവലയിൽ വെള്ളം കയറിയതാണ്. ഇതിപ്പോൾ നമ്മുടെ മീനച്ചിലാറ് കവിഞ്ഞ് ഉടൻ തന്നെ കയറുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷാവർഷം നമ്മുടെ ആറ്റിലടിയുന്ന എക്കല് ചെളി ഇത് മാറ്റുന്നില്ല. ഒപ്പം തന്നെ ആറിൻ്റെ സൈഡ് പൊക്കി കെട്ടുന്നില്ല. കായൽ, ഇത് ആറുകൾ വന്ന് പതിക്കുന്ന കായലിൽ അവിടെ എക്കലടിഞ്ഞിട്ട് അങ്ങോട്ട് വെള്ളം തള്ളുന്നില്ല. ഇത് കായലിലേക്ക് കൃത്യമായി ഒഴുകിപ്പോകാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ തിരുവാർപ്പ് പഞ്ചായത്തിൽ 80% ആളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളിലോ ബന്ധുവീടുകളിലോ ആണ് ഇപ്പോഴും കഴിയുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നലെ ഇത്രത്തോളം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇന്നാണ് നമുക്കൊരു ഒരടിക്ക് താഴെയാണ് ഇതുവരെയായിട്ടും വെള്ളം ഇറങ്ങിയിരിക്കുന്നത്. ഈ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഓണത്തിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇന്നിപ്പോൾ 6ാം ദിവസമാണ്. ഇനിയും കുറച്ച് ദിവസം കൂടെ എടുത്തെങ്കിൽ മാത്രമേ ഇത് പോകുള്ളൂ. വളരെ ദുരിതത്തിലാണ്. സർക്കാർ അടിയന്തരമായിട്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്തിന് വേണ്ടി, തിരുവാർപ്പ് പഞ്ചായത്തിന് വേണ്ടി ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത്രയേറെ ബുദ്ധിമുട്ട്. ചേട്ടാ, ഈ വീടുകളിൽ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്താം. നിങ്ങൾ മാത്രം കൂടിയാൽ പോരാ. അത് അത്രയും വലിയൊരു പ്രവർത്തനമാണ്. ചെളി ഉൾപ്പെടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യം. ഇതെല്ലാം കഴിയുമ്പോൾ പൊതുവെ പൊതുസമൂഹം മൊത്തത്തിൽ വിവിധ സംഘടനകൾ എല്ലാവരും സഹായിക്കാനാണ് പതിവ്. പ്രാവശ്യം അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു വ്യാപാരിയാണ്. കുറഞ്ഞ ഏതാണ്ടൊരു 6 ദിവസത്തിനധികമായി കടയടച്ചിട്ടിട്ട് വീട്ടിലേക്ക് എത്തണമെങ്കിൽ മുട്ടിന് മുകളിൽ വെള്ളം നീന്തി വേണം പോകാൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിനൊക്കെ പരിഹാരം ഈ പറഞ്ഞ പോലെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം ഞങ്ങളുടെ വ്യാപാരി വ്യവസായ സെക്രട്ടറിയാണ്, സൂചിപ്പിച്ചതുപോലെ ആറ്റുതീരങ്ങൾ ഉയർത്തിക്കെട്ടുകയും റോഡ് ഉയർത്തുകയും മറ്റ് സംവിധാനങ്ങൾ, അതിലെ മണലൊക്കെ നീക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഏതാണെങ്കിലും ഈ പ്രദേശത്ത് ആകമാനം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡുകളിലൂടെ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നലെ കൊണ്ടൊക്കെ തന്നെയാണ് ഉണ്ടായത്. അപ്പോഴും താഴ്ന്ന വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കുറച്ച് മേഖലകൾ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സൂചിക്കുന്നുണ്ട്. വെള്ളം ഇറങ്ങി എന്ന് പറയുന്ന അവസ്ഥയാണിത്. അപ്പം വെള്ളം ഉണ്ടായിരുന്നപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നുവെന്ന് സ്വാഭാവികമായും അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാകുന്നു. അവർ അടിയന്തരമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം. ജീവിതത്തിൽ പല കാലങ്ങളിലായി അവർ അനുഭവിക്കുന്ന ഈ വിഷമത്തിന് സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കോടിക്കണക്കിന് നാശനഷ്ടമാണ് ഈ മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അക്കാര്യത്തിലും സർക്കാരിന്റെ ഇടപെടൽ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.